ഓം ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവത്വര്യമ ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓമശ്ചന്ദസാമൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമദാത് സംബഭൂവ സമേന്ദ്രോ മേധയാ ആസ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമാ കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണഃ കോശോऽസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓമഹം വൃക്ഷസ്യ രേരിവ കീർത്തിപൃഷ്ടം ഗിരേരിവ ഊർധ്വപവിത്രോ വാജനീവഃ സുമൃതമസ്മി ദ്രവിണഗം സവർച്ചസം സുമേധാമുദോക്ഷിതഃ ഇതി ത്രിശങ്കോർവേദാനുവചനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓമാപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമധോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാത് മാമാ ബ്രഹ്മ നിരാകരോത്. അനിരാകരണമസ്തു നിരാകരണം മേ അസ്തു തദാത്മനി നിരതേയ വിനഷ്ടേ സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം വാക്മേ മനസി പ്രതിഷ്ഠിത മനോ മേ വാചി പ്രതിഷ്ഠിത ആവിരാവിർമയേതി വേദസ്യ മാണിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീരനേനാധീതേന ഹോരാത്രാൻ സന്തതാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം നോപി വാദയ മനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം കർണേഭിः ശൃണുയാമദ്ദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസस्तनुभिः व्यशेम देवहितं यदायुः. स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्ददातु. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം യോ ബ്രഹ്മാണം വിദദാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ തം ഹദേവമാത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗദ്ധോ ബ്രഹ്മൈവാഹമസ്മി.
ബ്രഹ്മൈവാഹമസ്മി. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ അധ്യാസാധികരണം അധ്യാസ ഭാഷ്യം നമ്മൾ കണ്ടു. അപ്പം എന്താണ് ചർച്ച ചെയ്യുന്നത്, ഏത് സബ്ജക്റ്റാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ രത്നച്ചുരുക്കം എന്ന് ശങ്കരാചാര്യർ അധ്യാസ ഭാഷ്യത്തിൽ പറഞ്ഞു. ബ്രഹ്മം എന്താണ്, പ്രപഞ്ചം എന്താണ്, ആളുകൾക്ക് എങ്ങനെയാണ് അജ്ഞാനം ഉണ്ടായിരിക്കുന്നത് എന്ന് അതിൻ്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇനി സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ബ്രഹ്മസൂത്രത്തിന് അധികരണങ്ങളായിട്ട് ഒരു സബ്ജക്റ്റ്, എന്ത് സബ്ജക്റ്റിനെയാണോ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതിനൊരു അധികരണം എന്ന് പറയും. ആ അധികരണത്തിനകത്ത് ഒന്നോ ചിലപ്പോൾ അനേകമോ സൂത്രങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റിനെ എടുത്തിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഉപനിഷത്തിലെ ഏതെങ്കിലും ഒരു വാക്യങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫിനെയോ ആശ്രയിച്ചുള്ള ചർച്ചകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ചർച്ചയ്ക്ക് അധികരണം എന്ന് പറയും. അപ്പോൾ ആ അധികരണത്തിൽ ഒരു സൂത്രമാവാം, ചിലപ്പോൾ അനേക സൂത്രങ്ങൾ കൊണ്ട് ആയിരിക്കാം ആ ഒരു സബ്ജക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്തെടുക്കപ്പെടുന്നത്. ഇപ്പോൾ സൂത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട്, അല്പാക്ഷരങ്ങൾ കൊണ്ട് അസന്നിഗ്ധമായിട്ട് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയുക. അപ്പോൾ അതിൽ ഇപ്പോൾ മോടി പിടിക്കുന്ന ശബ്ദങ്ങളോ അല്ലെങ്കിൽ സ്തോഭാക്ഷരങ്ങളോ വേദങ്ങളിലൊക്കെ ഉള്ളതുപോലെ സ്തോഭശക്ഷ ഓഹോ അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും വരത്തില്ല. ഏറ്റവും വളരെ വളരെ കൺസൈസായിട്ട് ഏറ്റവും കുറച്ച് ശബ്ദത്തിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിങ്ങനെ യെസ് ഓർ നോ എന്നുള്ള രീതിയിലുള്ള സൂത്രങ്ങളാണ്. വളരെ എന്താണ് ചുരുക്കി നമ്മൾ ഈ പാലൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് അവരിങ്ങനെ കുറുക്കി 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കുറുക്കി ഇങ്ങനെ എടുക്കും. അപ്പോൾ ഒരു കട്ടിപ്പാലായിരിക്കും. അപ്പോൾ അതുപോലെ ഇതിങ്ങനെ ഈ വളരെ കുറച്ച് വാക്കുകളിൽ പറയുന്നത് ആണ് സൂത്രം. എന്തിനാന്ന് വെച്ചാൽ അതിങ്ങനെ ഓർക്കാൻ വേണ്ടിയാണ്. ഓർത്ത് നമ്മുടെ പണ്ട് ഇതുപോലുള്ള ബുക്സൊക്കെ കുറവല്ലേ, അപ്പോൾ ആൾക്കാരുടെ മെമ്മറിയിൽ എന്താണോ പഠിച്ചിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ മൊത്തം ഓർക്കണം. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് ജിജ്ഞാസാധികരണം. അപ്പം അതിലൊരു സൂത്രമേ ഉള്ളൂ, അഥാതോ ബ്രഹ്മജിജ്ഞാസ. അപ്പോൾ ജിജ്ഞാസാധികരണം എന്താണ്? ജിജ്ഞാസാധികരണം ചർച്ച ചെയ്യുന്നതെന്ന് പറയണം. അവിചാര്യം വിചാര്യം വാ ബ്രഹ്മാധ്യാസ നിരൂപണം അസന്ദേഹ ഫലഭ്യതം ന വിചാരം തദർഹതി അധ്യാസോ അഹംബുദ്ധി സിദ്ധോ അസംഗം ബ്രഹ്മശ്രുതിരിതം സന്ദേഹാൻ മുക്തിഭാവാസ്യ വിചാര്യം ബ്രഹ്മവേദതഃ. അപ്പം എന്താണ് എന്ന് അതിൻ്റെ ചുരുക്കം എന്താണ്? ഈ ജിജ്ഞാസാധികരണത്തിൽ എന്താണ് സബ്ജക്റ്റ്, എന്താണ് ചർച്ച ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചർച്ച ചെയ്യുന്നതെന്ന് ആദ്യമേ പറയാണ്. അതായത് ബ്രഹ്മത്തെക്കുറിച്ച് വിചാരം ചെയ്യപ്പെടാൻ യോഗ്യമാണോ അല്ലയോ? നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അതെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. അപ്പം ഇപ്പം നമ്മൾ ചോദിക്കില്ല ഇന്ന ഒരു പൂജ ചെയ്തിട്ട് എന്ത് ഫലം, അപ്പോൾ നമുക്ക് പറഞ്ഞു തരും ഇന്നൊരു പൂജ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫലം കിട്ടും, അഭ്യുദയം ഉണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ ഐശ്വര്യം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധാരാളം സ്വത്തുക്കൾ വന്നു ചേരും. അപ്പോൾ അങ്ങനെ ഒരു മോട്ടീവ് നിങ്ങൾക്ക് തരും. അപ്പോൾ ആ കർമ്മം ചെയ്താൽ ഇങ്ങനെ ഒരു ഫലം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഈ ബ്രഹ്മവിചാരം ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇത് വിചാരം ചെയ്യത്തക്കതാണോ വിചാരം ചെയ്യത്തക്കതല്ലേ? ഇപ്പം ബ്രഹ്മത്തെ വിചാരം ചെയ്താൽ എന്ത് പ്രയോജനമുണ്ട്? ഇപ്പോൾ ഒട്ടും അറിയപ്പെടാത്തൊരു സാധനമാണെങ്കിൽ അതിനെക്കുറിച്ച് വിചാരം ചെയ്തിട്ട് കാര്യമുണ്ടോ?
ആർക്കും അറിഞ്ഞൂടാ, ആരും ബ്രഹ്മത്തെ അറിഞ്ഞിട്ടില്ല. ഇപ്പം ചിലർ വിചാരിക്കുന്നത് ബ്രഹ്മത്തെ അറിഞ്ഞവരൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വെറുതെ ഈ ഉപനിഷത്തൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കും. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ പണ്ട് വല്ല വ്യാസനോ ശങ്കരനോ ഒക്കെ ചിലപ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കാം, ബാക്കി ആരും അങ്ങനെ അറിഞ്ഞവരൊന്നും ഇപ്പം ഇല്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മത്തെ വിചാരം ചെയ്യുന്നത് കൊണ്ട് ഫലമുണ്ടോ, അല്ലെങ്കിൽ അത് വിചാരയോഗ്യമാണോ? അപ്പോൾ അതാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അധ്യാസം സംഭവിച്ചിരിക്കുകയാണ്. ആൾക്കാർക്കെല്ലാം അവിദ്യ ബാധിച്ചിട്ട് എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ ആരാണെന്നുള്ള തെറ്റിദ്ധാരണ വന്നിരിക്കുന്നു. ഞാൻ ശരീരാദി മനസ്സാണെന്നുള്ള തെറ്റിദ്ധാരണ എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. യൂണിവേഴ്സലായിട്ട് അങ്ങനെ ഒരു എറർ സംഭവിച്ചു. അപ്പോൾ ആ സന്ദേഹമുക്തി ഉണ്ടാവാനായിട്ട് വിചാര്യം ബ്രഹ്മവേദ, ബ്രഹ്മത്തെ വിചാരം ചെയ്യണം, ബ്രഹ്മത്തെക്കുറിച്ച് പഠിക്കണം, ബ്രഹ്മത്തെക്കുറിച്ച് കേൾക്കണം, ബ്രഹ്മത്തെക്കുറിച്ച് വിചാരം ചെയ്യണം. അങ്ങനെ വിചാരം ചെയ്യുന്നത് വഴി ബ്രഹ്മത്തെക്കുറിച്ചുള്ള സന്ദേഹം നിവർത്തിക്കുകയും തദ്വാര ഞാൻ ആരാണെന്ന് പിടികിട്ടുകയും അതുകൊണ്ട് സംസാര നിവൃത്തി ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ബ്രഹ്മം വിചാരണീയമാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ജിജ്ഞാസാധികരണത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. അപ്പോൾ അതിൻ്റെ സൂത്രം എന്താണ്? വേദാന്ത മീമാംസാ ശാസ്ത്രസ്യ വ്യാജിഖ്യാസിതസ്യേതമിതം സൂത്രം. ഇപ്പോൾ വേദാന്ത മീമാംസയെക്കുറിച്ചുള്ള ഈ ആദ്യത്തെ സൂത്രമാണ് അഥാദോ ബ്രഹ്മജിജ്ഞാസ. അധ, 3 ശബ്ദങ്ങൾ: അധ, അത, ബ്രഹ്മജിജ്ഞാസ. അധ, അത് 3 കൂടെ ചേരുമ്പോഴാണ് അഥാദോ ബ്രഹ്മജിജ്ഞാസ. അധ ശബ്ദം എന്താണ്? അധ ശബ്ദം എന്താണ്? ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ, ബ്രഹ്മജിജ്ഞാസ. അപ്പോൾ അധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിനിയിപ്പോൾ ചർച്ച ചെയ്യും. അധ എന്ന് വെച്ച് കഴിയുമ്പോൾ അതിനുശേഷം അല്ലെങ്കിൽ അനന്തരം. അപ്പോൾ ഏതിന് ശേഷമാണെന്നുള്ളത് നമ്മൾ വീണ്ടും കാണും. ഇതിന് ശേഷം, ഈ യോഗ്യതയ്ക്ക് ശേഷം ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെക്കുറിച്ചുള്ള വിചാരം ചെയ്യാം. അപ്പം അതെന്താണ്? ഹേതു എന്നുള്ള അർത്ഥത്തിലാണ്. അത് കാരണം. എന്ത് കാരണം? എത്ര കർമ്മജിതോ ലോകക്ഷിയതേ തത്ര പുണ്യകൃതോ ലോകക്ഷിയതേ. നിങ്ങൾ കർമ്മം ചെയ്ത് ഈ ലോകത്ത് നേടുന്ന കർമ്മങ്ങളെല്ലാം എന്തു ചെയ്യും? ക്ഷിയതേ, ഫലം തരുന്നു. ക്ഷിയതേ, നിങ്ങളൊരു പുണ്യം ചെയ്തു, പുണ്യത്തിൻ്റെ ഫലം കിട്ടി. ഫലം കിട്ടിയപ്പോൾ എന്ത് പറ്റി? ക്ഷിയതേ. ഈ പുണ്യ കർമ്മങ്ങൾ ഒരുപാട് ചെയ്ത് നിങ്ങൾക്ക് സ്വർഗം കിട്ടി. സ്വർഗാനുഭവം കഴിയുമ്പോൾ എന്ത് പറ്റും? ക്ഷിയതേ, അവിടെ നിന്ന് പുറത്താവും. അപ്പോൾ പലരും പല സുഖാനുഭവങ്ങൾ കിട്ടുമ്പോൾ അതിലെന്ത് ചെയ്യും? മതിമറക്കും, അഹങ്കരിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ആ പുണ്യത്തിൻ്റെ ഫലം തീരുമ്പോൾ ക്ഷിയതേ. അപ്പം ഇത് ഞാൻ പുണ്യം ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ട് കിട്ടിയതാണെന്നും അത് അനിത്യമാണെന്നും അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ക്ഷിയതേ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അഹങ്കാരം വരത്തില്ല. ഇത് നശിക്കുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ക്ഷിയതേ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട്, അതായത് കർമ്മങ്ങൾ കൊണ്ട് കിട്ടുന്ന ഫലങ്ങളെല്ലാം അനിത്യമായതുകൊണ്ടും അതെല്ലാം നശിക്കുന്നത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെ അന്വേഷിക്കണം. കാരണം നിത്യഫലം അവിടെ കിട്ടത്തുള്ളൂ. നിങ്ങൾ കർമ്മം ചെയ്താലും പുണ്യകർമ്മങ്ങൾ ചെയ്താലും ഉപാസന ചെയ്താലും എന്തുമാത്രം എക്സർട്ട് ചെയ്താലും നിങ്ങൾ കുടുംബത്തിനൊക്കെ വേണ്ടി എന്തുമാത്രം പരിശ്രമങ്ങളൊക്കെ ചെയ്താലും എന്തു പറ്റും? അവസാനം ക്ഷീയതേ, അതെല്ലാം ക്ഷീയതയെ നശിക്കും. അതിൻ്റെ ആ ഫലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യുന്നതിനും ഫലം കിട്ടത്തില്ലെന്നുള്ളതല്ല, ആ ഫലം കിട്ടും. ആ ഫലം കിട്ടിക്കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? ക്ഷീയതേ. ഇപ്പോൾ
ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ കർമ്മ. എത്രമാത്രം പുണ്യം ചെയ്തോ അത്രമാത്രം പുണ്യഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു. പക്ഷേ അതെല്ലാം എന്ത് ചെയ്യും? ക്ഷീയതേ, നിങ്ങളോടൊപ്പം പെർമനൻ്റ് ആയിട്ട് ഉണ്ടാകത്തില്ല, ഇല്ല, നഷ്ടപ്പെടും. അപ്പോൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് നിങ്ങളുടെ ആരോഗ്യവും ആയുസ്സും ക്ഷയിപ്പിക്കരുത്. കാരണം നിങ്ങളുടെ ഈ നശ്വരങ്ങളായ കർമ്മങ്ങൾ ചെയ്ത് നശ്വരങ്ങളായ ഫലങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ആയുസ് നഷ്ടപ്പെടുന്നതല്ലാതെ എത്രയോ ആയുസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അഡീഷണലായിട്ട് ഫലമൊന്നുമില്ല. കാരണം ഇതെന്താണ്? ക്ഷീയതേ, അത് നശിച്ചു പോകും. അപ്പം അതുകൊണ്ട് അത് കാരണം അപ്പം നിങ്ങൾ കർമ്മം ചെയ്തൊരു പെർമനൻ്റ് ആയിട്ടൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ ബ്രഹ്മജിജ്ഞാസ ചെയ്യേണ്ടായിരുന്നു. ഈ കർമ്മത്തിൽ തന്നെ ഇപ്പോൾ ബ്രാഹ്മിൻസ് കർമ്മം ചെയ്യുന്നില്ലേ? അവർ യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്ത് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് പുണ്യലോകങ്ങളെ നേടാൻ ശ്രമിക്കുന്നു. അപ്പോൾ പുണ്യലോകങ്ങൾ പെർമനൻ്റ് ആയിരുന്നെങ്കിൽ ഈ ബ്രഹ്മജിജ്ഞാസ ചെയ്യേണ്ടായിരുന്നു, അവിടെ തന്നെ വളരെ സുഖമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതങ്ങനെയല്ല. ഈ ഫലങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ ക്ഷീയതേ, അത്ര കർമ്മജിതോ ലോക ക്ഷീയതേ തത്ര പുണ്യജിതോ കർമ്മ ക്ഷീയതേ. നിങ്ങളുടെ പുണ്യം ചെയ്തുള്ള കർമ്മങ്ങളും ക്ഷയിക്കും, കർമ്മം ചെയ്തുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും ക്ഷയിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്താ കർത്തവ്യം? ബ്രഹ്മജിജ്ഞാസ കർത്തവ്യം. മനുഷ്യനായിട്ട് ജനനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കർത്തവ്യം എന്താണ്? നിത്യഫലത്തെ നിങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രഹ്മജിജ്ഞാസയെ ചെയ്യൂ. കാരണം അതുകൊണ്ട് മാത്രമേ നിത്യമായിട്ടുള്ളൊരു ഫലം ലഭിക്കുകയുള്ളൂ. ഈ സംസാരത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറത്തുള്ളൂ, അനന്തമായ ആനന്ദം ലഭിക്കുകയുള്ളൂ, നിത്യമായ സുഖം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ കർത്തവ്യം, ചെയ്യേണ്ടതാണ്. ബ്രഹ്മത്തെ അന്വേഷിക്കുക. ഞാൻ എന്തിനു വേണ്ടി ബ്രഹ്മത്തെ അന്വേഷിക്കണേ? വളരെ സുഖമായിട്ടിരിക്കുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നങ്ങൾ ആരെങ്കിലും ഉള്ളവർ പോയി ബ്രഹ്മത്തെ അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ കാണുന്ന നിങ്ങളുടെ സുഖഭോഗങ്ങളൊക്കെ എന്ത് പറ്റും? ക്ഷീയതേ, എല്ലാം നശിച്ചില്ലാതാവും. അപ്പം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിയാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് പറ്റുന്നു? അവർ ചെയ്ത പുണ്യങ്ങളൊക്കെ ക്ഷയിക്കുന്നു. ഇനി സ്വർഗം കിട്ടിയാലും അത് തന്നെയാണ് ഫലം. നിങ്ങളുടെ പുണ്യങ്ങൾ ചെയ്ത് നിങ്ങൾ കിട്ടുന്ന ഫലങ്ങളെല്ലാം ക്ഷീയതേ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബ്രഹ്മജിജ്ഞാസ കർത്തവ്യമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആദ്യത്തെ സൂത്രത്തിൻ്റെ അർത്ഥം, അധാതോ ബ്രഹ്മജിജ്ഞാസ. അപ്പോൾ അതെന്താണെന്ന് ശങ്കരഭാഷ്യം നമുക്ക് നോക്കാം. തത്ര അധശബ്ദ ആനന്ദര്യാർത്ഥ പരിഗ്രഹ്യതേ ന അധികാരാർത്ഥ. അപ്പോൾ തത്ര അധശബ്ദ ആനന്ദര്യാർത്ഥ, ആനന്ദര്യം അനന്തരം എന്ന അർത്ഥത്തിലാണ് അധശബ്ദം ഗ്രഹിക്കേണ്ടത്. അപ്പം അധശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട് അമരകോശത്തിൽ. ആരംഭം എന്നർത്ഥമുണ്ട്. അപ്പം ആരംഭമല്ല, ബ്രഹ്മ ജിജ്ഞാസ ആരംഭിക്കേണ്ട ഒന്നല്ല. കർമ്മമാണെങ്കിൽ നമുക്ക് ആരംഭിക്കാം. ഇപ്പം ബ്രഹ്മജിജ്ഞാസ നമ്മളിങ്ങനെ എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അസ്തിത്വം എന്താണ്, ഞാൻ ആരാണ് എന്നുള്ള ഒരു ജിജ്ഞാസ നമ്മൾ പണ്ട് മുതലേ തുടങ്ങിയിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ കൾമിനേഷൻ എത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഒരു ദിവസം ഇന്ന കർമ്മം, നാളെ മുതൽ ഞാൻ എൻ്റെ വീട് കെട്ടാൻ ആരംഭിക്കുകയാണ്, കല്ലിടുകയാണ്. അതുപോലെ അല്ല, ബ്രഹ്മജിജ്ഞാസ അങ്ങനെ തുടങ്ങുന്നൊരു സാധനമല്ല. അത് നമ്മളത് നിരന്തരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെ അറിയേണ്ടതാണ്. അതുകൊണ്ട് അനന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രീ ക്വാളിഫിക്കേഷൻസ് നേടിയതിന് ശേഷം അനന്തരം നിങ്ങൾ ബ്രഹ്മജിജ്ഞാസ ആരംഭിക്കേണ്ടതാണ്. അത് ആരംഭമല്ല, നാ അധികാരാർത്ഥ. അത് ഒരു തുടങ്ങേണ്ടതല്ല. കർമ്മം ചെയ്ത് തുടങ്ങുന്നത് പോലെ ഇപ്പം നാളെ മുതൽ ഇന്നത് പഠിച്ചാൽ നീ പഠിക്കുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പിള്ളേർ പറയത്തില്ലേ, നാളെ മുതൽ പഠിക്കാം. അപ്പോൾ അങ്ങനെ നാളെ മുതൽ പഠിക്കാൻ ഉള്ള ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിട്ട് ബ്രഹ്മജിജ്ഞാസ ആരംഭിക്കണ്ടേ? പലരും പറയുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റിട്ടയർ ചെയ്തിട്ട് ബ്രഹ്മജിജ്ഞാസ ആരംഭിക്കുക. അങ്ങനെ റിട്ടയർ ചെയ്തിട്ട് ബ്രഹ്മജിജ്ഞാസ ആരംഭിച്ച ആരും തന്നെ ഇല്ല. ബ്രഹ്മജിജ്ഞാസായ അനധികാര്യത്വാത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൊണ്ട് തുടങ്ങേണ്ട ഒരു കാര്യമല്ല.
ബ്രഹ്മജിജ്ഞാസ അത് നമ്മുടെ എന്താണ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. മംഗളസ്യജ വാക്യാർത്ഥേ സമന്വയാഭാവാത്. ഈ മംഗള ശബ്ദമായിട്ട് മതശബ്ദം പറയാറുണ്ട്. ഇവിടെ മംഗളം എന്നുള്ള രീതിയിൽ അധ എന്ന് കേൾക്കുമ്പോൾ തന്നെ മംഗളം വരും. ആ എന്നുള്ള ശബ്ദം തന്നെ മംഗള അർത്ഥമാണ്. അല്ലെങ്കിൽ അധ എന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മംഗളം സംഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മംഗളം എന്ന രീതിയിലല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മംഗളം വരും, പക്ഷേ മംഗളം എന്ന രീതിയിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ആനന്തര്യം, അതായത് നിങ്ങൾ ചില ക്വാളിഫിക്കേഷൻസ് നേടിയതിന് ശേഷം ബ്രഹ്മത്തെ അന്വേഷിക്കുക. ഹേതുവായിട്ട് ഈ കർമ്മം ചെയ്ത് കിട്ടുന്ന ലോകങ്ങളെല്ലാം ക്ഷയിക്കുന്നത് കൊണ്ട് ബ്രഹ്മത്തെ അന്വേഷിക്കുവിൻ. അർദ്ധാന്തരപ്രയുക്ത ഏവ ഹതശബ്ദ ശ്രുത്വാ മംഗളപ്രയോജനോ ഭവതി. അധശബ്ദം കേൾക്കുമ്പോൾ തന്നെ മംഗളപ്രയോജനം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ സത്സംഗത്തിന് ആരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് പോകുന്നു എന്നിരിക്കട്ടെ, ഒന്നും മനസ്സിലായില്ലെങ്കിലും ആ ഒരു സാമീപ്യം കൊണ്ട് തന്നെ എന്ത് പറ്റും, നമുക്കൊരു പുണ്യം കിട്ടുകയാണ്. അതായത് നിങ്ങൾ ചെയ്യുന്നത് ഒരു ബ്രഹ്മത്തെ അന്വേഷിക്കുക എന്നൊരു ശ്രേഷ്ഠമായ കർമ്മം കൊണ്ട് അങ്ങനെയുള്ള സത്തുക്കളുമായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള അസോസിയേഷനുമായിട്ടും ചേരുമ്പോൾ തന്നെ എന്തുണ്ടാവും, അത് മനസ്സിലായില്ലെങ്കിൽ തന്നെയും അതിൻ്റേതായ ഒരു പുണ്യം ജനറേറ്റ് ചെയ്യും. അതുപോലെ ഈ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തുണ്ടാവും, ഒരു മംഗളം, നിങ്ങൾക്കൊരു മംഗളം ഉണ്ടാവട്ടെ. നിങ്ങൾ പ്രത്യേകിച്ച് വലിയ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇന്ന പൂജയൊക്കെ ചെയ്താലേ എനിക്ക് ഇതുണ്ടാവത്തുള്ളൂ, ശ്രേയസ് ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട. ഇതൊന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തുണ്ടാവും, മംഗളം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. ഈ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതുകൊണ്ടൊരു പുണ്യം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് മറ്റ് പുണ്യ ശബ്ദങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അലയേണ്ട ആവശ്യമില്ല. പൂർവപ്രകൃതാപേക്ഷയാ ഫലതഃ ആനന്തര്യാ വ്യതിരേകാത്. പറയുന്നു ഇവിടെ അനന്തരം എന്ന ശബ്ദം എടുത്താൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ശബ്ദവുമായിട്ട് സബ്ജക്റ്റുമായിട്ട് എന്താണോ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സബ്ജക്റ്റുമായിട്ട് ചേരത്തുള്ളൂ. കാരണം ഈ എല്ലാവർക്കും വന്ന് ബ്രഹ്മത്തെ ജിജ്ഞാസ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന് കുറച്ച് വിവേകം വേണം, കുറച്ചൊരു മനസ്സ് കുറച്ചൊന്ന് ശുദ്ധമാവണം, അല്ലെങ്കിൽ ഇത് അന്വേഷിക്കാനുള്ള ഒരു ത്വരയുണ്ടാവണം. അപ്പം അതുകൊണ്ട് ഇതൊരു കുറച്ച് ക്വാളിഫിക്കേഷൻസ് നേടിയതിന് ശേഷം ഉള്ള ആളുകൾക്കാണ് ഇത് അന്വേഷിക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് അനന്തരം എന്ന വാക്കാണ് ഇവിടെ ചേരുന്നത്. സതി ച അനന്തര്യാർത്ഥത്വേത ധർമ്മജിജ്ഞാസ പൂർവവൃത്തം വേദാധ്യയനം നിയമേനാപേക്ഷത ഏവം ബ്രഹ്മജിജ്ഞാസാപി യത് പൂർവവൃത്തം നിയമേനാപേക്ഷതേ തത് വക്തവ്യം. അപ്പോൾ ഒരു സംശയം വരുന്നു, ഈ ധർമ്മജിജ്ഞാസ എന്ന് വെച്ചാൽ എന്താണ്? ഈ വേദങ്ങളൊക്കെ പഠിച്ചിട്ട് വേദങ്ങളെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതെന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ വേദത്തിലെ ഈ ഭാഗം എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ജൈമിനി സൂത്രങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ധർമ്മജിജ്ഞാസ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും വേദം പഠിച്ചവൻ, ഋഗ്വേദവും യജുർവേദവും ഒക്കെ പഠിച്ചവർ മാത്രമേ ബ്രഹ്മജിജ്ഞാസ ചെയ്യാവൂ എന്നുണ്ടോ? അപ്പം അങ്ങനെ നിയമേനാനുപേക്ഷത, അങ്ങനെ ഏതെങ്കിലും നിയമം ബ്രഹ്മജിജ്ഞാസയ്ക്ക് കുറച്ച് വേദം പഠിച്ചവൻ മാത്രം എന്ത് ചെയ്താൽ മതി, എൻ്റെ അടുത്ത് ബ്രഹ്മസൂത്രം പഠിക്കാൻ വന്നാൽ മതി, അങ്ങനെ എന്തെങ്കിലും അപേക്ഷയുണ്ടോ? സ്വാധ്യായാനന്തര്യം തു സമാനം. ഇപ്പം കുറച്ച് സ്വാധ്യായം ചെയ്തിരിക്കുക എന്നുള്ളത് ഇതിന് രണ്ടിനും ധർമ്മജിജ്ഞാസയ്ക്കും ബ്രഹ്മജിജ്ഞാസയ്ക്കും സമാനമാണ്. കാരണം കുറച്ച് എഴുത്തും വായനയൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ബ്രഹ്മജിജ്ഞാസയായാലും ധർമ്മജിജ്ഞാസയായാലും കുറച്ച് എഴുത്തും വായനയും
കുറച്ച് സംസ്കൃതം അറിയാമെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലും ഗ്രന്ഥം അവൈലബിൾ ആണ്. അതുകൊണ്ട് അത് വായിച്ച് പഠിക്കാനായിട്ട് കുറച്ച് എഴുത്തും വായനയും അറിയണം. പിന്നെ സ്വാധ്യായം, കുറച്ച് ഈശ്വരപരമായിട്ട് മുന്നേറിയിട്ടുള്ള ആളാണെങ്കിൽ, കുറച്ച് സ്വാധ്യായം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അത് രണ്ടിനും നല്ലതാണ്. അല്ലാതെ ഈ ബ്രഹ്മജിജ്ഞാസയ്ക്ക് ഇന്ന വേദം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ വേദ പണ്ഡിതനായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ഭാഗങ്ങൾ അദ്ദേഹത്തിന് മനഃപ്പാഠമായിരിക്കണം, അങ്ങനെയൊന്നും ഒരു പ്രീ റിക്വിസിറ്റ് ബ്രഹ്മജിജ്ഞാസയ്ക്ക് ഇല്ല. നാന്വിഹ കർമാവബോധനാന്തര്യം വിശേഷ ന. ഇനി കർമ്മങ്ങളെല്ലാം ചെയ്യാൻ അറിഞ്ഞവർ മാത്രമേ ബ്രഹ്മജിജ്ഞാസ ചെയ്യാവൂ. അഗ്നിഹോത്രം അറിയാവുന്നവൻ മാത്രം ബ്രഹ്മജിജ്ഞാസയ്ക്ക് വരൂ. അങ്ങനെ വല്ല റിക്വസിറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഇന്ന വേദഭാഗം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇന്ന കർമ്മം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ഉപാസനകൾ ചെയ്തിരിക്കണം. അപ്പം അങ്ങനെയുള്ള റിക്വസിറ്റ് നിയമേന അപേക്ഷിക്കുന്നില്ല. ധർമ്മജിജ്ഞാസായ പ്രാഗപ്യ അധീത വേദാന്തസ്യ ബ്രഹ്മജിജ്ഞാസോപപത്തെ. ഇനിയിപ്പോൾ ധർമ്മജിജ്ഞാസയെക്കുറിച്ച് അറിയാവുന്നവർ മാത്രം, വേദഭാഗങ്ങളെയൊക്കെ അറിയാവുന്നവർ മാത്രം, അല്ലെങ്കിൽ 12 വർഷം ഗുരുകുലത്തിൽ പോയി വേദങ്ങൾ പഠിച്ചവർ മാത്രം ബ്രഹ്മജിജ്ഞാസയ്ക്ക് വന്നാൽ മതി, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെ നിയമമായിട്ട് അപേക്ഷിക്കുന്നില്ല. അപ്പം അതിന് മറ്റെന്തോ ഗുണങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ വേദാധ്യയനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അധ്യയനമല്ല ഉദ്ദേശിക്കുന്നത്. ആനന്തര്യം എന്ന് വെച്ചാൽ മറ്റ് ചില പ്രീ റിക്വസിറ്റ്സ് ആണ് ബ്രഹ്മജിജ്ഞാസയ്ക്ക് കാരണമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻ്റായിട്ട് പറയുന്നത്. യഥാച ഹൃദയാദ്യവദാനാനാം ആനന്തര്യ നിയമ ക്രമസ്യ വിവക്ഷിതാന തദേഹ ക്രമോ വിവക്ഷിത. ഇനി യാഗങ്ങളിൽ യാഗപശുവിൻ്റെ ഹൃദയം മുറിച്ചതിന് ശേഷം അതിൻ്റെ നാക്ക് മുറിക്കണം, അങ്ങനെയൊക്കെയുള്ള ചില ക്രമങ്ങളുണ്ട്. അപ്പം നമുക്കിഷ്ടമുള്ളതുപോലെ ഈ പഴയ യാഗത്തിന് മൃഗങ്ങളെ ബലി കൊടുക്കും. ബലി കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഓർഡറുണ്ട്. അതിൻ്റെ ഹൃദയം ആദ്യം എടുക്കണം, പിന്നെ അതിൻ്റെ നാക്കെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ യാഗം ചെയ്യുമ്പോൾ അർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ യാഗപശുവിൻ്റെ ഭാഗങ്ങൾ മുറിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലേ മുറിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതുപോലുള്ള ക്രമമൊന്നും ബ്രഹ്മജിജ്ഞാസയ്ക്കില്ല. ഇന്നതിന് ശേഷം ഇന്നത് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ബ്രഹ്മജിജ്ഞാസയ്ക്ക് വരാവൂ എന്നുള്ള നിഷ്കർഷത ഒന്നും ഇവിടെ ഇല്ല. ശേഷശേഷിത്വാധികൃതാധികാരേവ പ്രമാണാഭാവാത് ധർമ്മജിജ്ഞാസയോ ഫലജിജ്ഞാസ്യ ഭേദാച്ഛ. കാരണം ധർമ്മജിജ്ഞാസയ്ക്കും ബ്രഹ്മജിജ്ഞാസയ്ക്കും ഫലഭേദമുണ്ട്, അധികാരിഭേദമുണ്ട്. അധികാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഇതിന് വരാൻ ഉള്ള സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ആണ് അധികാരി. ഫലഭേദം എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന പ്രയോജനം രണ്ടിനും രണ്ടാണ്. ധർമ്മജിജ്ഞാസ കൊണ്ട് കിട്ടുന്ന ഫലം വേറെ, ബ്രഹ്മജിജ്ഞാസ കൊണ്ട് കിട്ടുന്ന ഫലം വേറെയാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എൻജിനീയറിങ്ങിന് ആപ്ലിക്കൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവർ പ്രീ ഡിഗ്രിക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൽ 50% മാർക്ക് വേണം. മെഡിസിൻ ആണെങ്കിലോ ബയോളജിയും സുവോളജിയും ഒക്കെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചവരായിരിക്കണം, അതിന് 50% മാർക്ക് വേണം. അപ്പോൾ രണ്ടിനും എന്താണ്? അതിൻ്റെ കാൻഡിഡേറ്റ്സ് വേറെ വേറെയാണ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സും വേറെയാണ്, അതിൻ്റെ ഫലവും വേറെയാണ്. ഒരാൾക്ക് എൻജിനീയറിംഗ് ആയിരിക്കും കിട്ടുന്നത്, മറ്റൊരാൾക്ക് മെഡിസിൻ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ ധർമ്മജിജ്ഞാസയ്ക്കും ഈ ബ്രഹ്മജിജ്ഞാസയ്ക്കും വ്യത്യാസമുണ്ട്. ധർമ്മജിജ്ഞാസ എന്താണ്?
ചിലപ്പോൾ സ്വർഗം കിട്ടണമെന്ന് വിചാരിക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മഫലം കിട്ടണമെന്നോ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അതിന് വേണ്ടത്. ഇപ്പോൾ ഒരു വലിയ ധനവാനാവണം, അല്ലെങ്കിൽ വലിയൊരു കാറ് വാങ്ങിക്കണം, ബെൻസ് കാറ് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവനെ പിടിച്ച് ബ്രഹ്മജിജ്ഞാസയ്ക്ക് കൊണ്ടിരുത്താൻ പറ്റുമോ? അവന് വേണ്ടത് എന്താണ്? ധർമ്മജിജ്ഞാസ. അവൻ എന്ത് ചെയ്താൽ അവൻ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കും. അല്ലെങ്കിൽ സ്വർഗത്തെ കാമിക്കുന്നവൻ എന്ത് ചെയ്താൽ അവന് സ്വർഗത്തെ ലഭിക്കും. അപ്പോൾ അതാണ് ധർമ്മജിജ്ഞാസ. ഇനി ബ്രഹ്മജിജ്ഞാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ഷം, എനിക്ക് എൻ്റെ സ്വരൂപത്തെ അറിയണം എന്നാഗ്രഹമുള്ളവനാണ് ധർമ്മജിജ്ഞാസ. അതുകൊണ്ട് അതിൻ്റെ അധികാരിക്കും ഫലത്തിനും ഭേദമുണ്ട്. നിശ്രേയസഫലം തു ബ്രഹ്മവിജ്ഞാനം ന ച അനുഷ്ഠാനാന്തരാപേക്ഷം. ഇതൊന്ന് ശ്രദ്ധിച്ചോളണം. നിശ്രേയസഫലം തു ബ്രഹ്മവിജ്ഞാനം ന ച അനുഷ്ഠാനാന്തരാപേക്ഷം. ബ്രഹ്മഫലം, ഈ ബ്രഹ്മത്തെ അറിയുക എന്ന് വെച്ചാൽ നിശ്രേയസഫലമാണ്. വെച്ച് കഴിഞ്ഞാൽ നിശ്രേയസാണ്, ഇതിനേക്കാൾ മേളിലൊന്നും ഇല്ല. സാ കാഷ്ട സാ പരാഗതി. ബ്രഹ്മജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനത്തിന് മേളിലായിട്ടൊരു ഡിഗ്രി ഇല്ല. ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ട് ഇനി അടുത്ത എന്താണ് സർ? ഇനി പോസ്റ്റ് ഗ്രാജുവേഷന് പോവാം, അല്ലെങ്കിൽ PhD എടുക്കാം, അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ബ്രഹ്മജ്ഞാനത്തിന് ശേഷം പിന്നെ ഫർദറായിട്ടൊന്നും ചെയ്യാനില്ല. അത് ഏറ്റവും അൾട്ടിമേറ്റ് റിസൾട്ടാണ്, അൾട്ടിമേറ്റ് ഫലമാണ്. അതിൻ്റെ മേളിലായിട്ടൊന്നുമില്ല. അപ്പം അത് നിശ്രേയസ ഫലമാണ്. പരമമായ ആനന്ദം, പരമമായ സ്ഥാനം, പരമമായ കാഷ്ട, സാ കാഷ്ട സാ പരാഗതി. അപ്പോൾ പരമമായ സ്ഥാനം, അതിൻ്റെ മേളിലായിട്ട്, അതിൻ്റെ മേളിൽ ആരുമില്ല, ഈശ്വരനുമില്ല. ബ്രഹ്മജ്ഞാനത്തിൻ്റെ മേളിലായിട്ടൊന്നുമില്ല. സാ കാഷ്ട സാ പരാഗതി. അപ്പോൾ അതിനെന്താണ്? നിശ്രേയസ ഫലമാണ് ബ്രഹ്മജ്ഞാനം കൊണ്ട് കിട്ടുന്നത്. ബ്രഹ്മജിജ്ഞാസ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? നിശ്രേയസ ഫലമാണ്, ചെറിയ ഫലങ്ങളൊന്നുമല്ല. തു ബ്രഹ്മവിജ്ഞാനം ന ച അനുഷ്ഠാനാന്തരാപേക്ഷം. അനുഷ്ഠാനങ്ങളെ അപേക്ഷിച്ച് ഉണ്ടാകുന്നതല്ല. നിങ്ങൾ ഇന്ന ദിവസം ഇന്ന കർമ്മം ഇത്രയും കാലം തുടർച്ചയായി ചെയ്താൽ നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാവും, അങ്ങനെ വല്ലതും ഉണ്ടോ? ദിവസവും വെളുപ്പാങ്കാലത്തെ 4 തൊട്ട് 6 വരെ ഇന്ന മന്ത്രം 2 മണിക്കൂർ തുടർച്ചയായിട്ട് ജപിച്ച് 12 വർഷം ചെയ്താൽ നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകും എന്നൊരാൾ പറയണം. ഇതങ്ങനെ അനുഷ്ഠാനത്തെ അപേക്ഷിച്ച് കിട്ടുന്നൊരു സാധനമല്ല. നിങ്ങൾ കർമ്മം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ച അനുഷ്ഠാനാന്തരാപേക്ഷം ന ച അനുഷ്ഠാനാന്തരാമപേക്ഷം. ഇത് അനുഷ്ഠാനങ്ങളെ അപേക്ഷിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപാടി. അനുഷ്ഠാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കർമ്മം ചെയ്യുന്നു, അതിൻ്റെ ഒരു ശക്തി കൊണ്ട് ഒരു ഫലത്തെ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങളൊരു കർമ്മം ചെയ്ത് ഒരു ഫലത്തെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു, അതാണ് അനുഷ്ഠാനം. അപ്പോൾ ഇത് അതുപോലെ കർമ്മം ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഫലമല്ല ബ്രഹ്മജ്ഞാനം. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലെ ബുദ്ധിയിൽ അത് പതിയണം. അതായത് എന്തെങ്കിലും കർമ്മം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വസ്തു അല്ല ബ്രഹ്മജ്ഞാനം. എന്തുകൊണ്ടാണ്? ബ്രഹ്മജ്ഞാനം വെച്ചാൽ സ്വതസിദ്ധമാണ്, നിങ്ങളുടെ ആത്മാവാണ്, അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ധർമ്മജിജ്ഞാസ എന്ന് വെച്ചാൽ സ്വർഗമായാലും അഭ്യുദയ ഫലമായാലും എല്ലാം നമ്മൾ അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കണം, അപ്പോൾ നിങ്ങൾ കുറച്ച് ഉപാസനയൊക്കെ ചെയ്ത് ഇന്ന മന്ത്രം അല്ലെങ്കിൽ ഇന്ന ലളിതാ സഹസ്രനാമം നിങ്ങൾക്ക് ദിവസവും കുറച്ച് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന അനുഷ്ഠാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൊട്ടാരം വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളത് അനുഷ്ഠാനത്തെ ചെയ്യുന്നു. അപ്പോൾ അനുഷ്ഠാനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളൊരു കൊട്ടാരത്തെ നിങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ബ്രഹ്മജ്ഞാനം അതുപോലെ അനുഷ്ഠാനം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫലമല്ല. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിശ്രേയസ ഫലം, ഇത് അൾട്ടിമേറ്റ് ഫലമാണ്, ഇതിനേക്കാൾ മേളിലൊന്നുമില്ല. ഇത് നിശ്രേയസ ഫലമാണ്.
ബ്രഹ്മവിജ്ഞാനം അനുഷ്ഠാനാന്തരാപേക്ഷം, അനുഷ്ഠാനങ്ങളെ ഒന്നും അപേക്ഷിച്ച് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പരിപാടികൾ ചെയ്ത്, അല്ലെങ്കിൽ ഇന്ന കർമ്മം ചെയ്ത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിരുന്നാൽ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്താൽ ബ്രഹ്മജ്ഞാനം കിട്ടും എന്നുള്ള എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊള്ളണം. കാരണം ഇത് പ്രത്യേകിച്ചുള്ള ഒരു ഇന്ന അനുഷ്ഠാനങ്ങൾ കൊണ്ട് കിട്ടുന്ന ഒരു സാധനം അല്ല, ഇത് നിശ്രേയസ ഫലമാണ്. ഭവ്യശ്ച ധർമ്മോ ജിജ്ഞാസോന ജ്ഞാനകാലേ അസ്തി പുരുഷവ്യാപാരതന്ത്രത്വാത്. കാരണം എന്താ വെച്ചാൽ പുരുഷവ്യാപാരതന്ത്രവും വസ്തുതന്ത്രവും, ഈ രണ്ട് കാര്യങ്ങൾ അറിയാമല്ലോ. പുരുഷതന്ത്രവും വസ്തുതന്ത്രവും. പുരുഷതന്ത്രം എന്ന് വെച്ചാൽ ഇല്ല, നമുക്കൊരു കാര്യം ഇപ്പം ഇല്ല, നമ്മളൊരു അനുഷ്ഠാനം ചെയ്ത് അതിനെ നേടിയെടുക്കുകയാണ്. ഇപ്പം എനിക്ക് IAS ഇല്ല എന്നിരിക്കട്ടെ, ഞാൻ കുറേ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കുറേ പൂജയൊക്കെ ചെയ്ത് കുറേ പഠിച്ച് കുറച്ച് ക്ലേശിച്ച് കുറച്ച് അതിനുവേണ്ടി ഡൽഹിയിൽ പോയി ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഒക്കെ ചെയ്ത് ഞാൻ അതിനെന്ത് ചെയ്യുന്നു, നേടിയെടുക്കുന്നു. അപ്പോൾ ആ നേടിയെടുക്കുന്ന സാധനം ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ അനുഷ്ഠാനങ്ങൾ ചെയ്ത് അതിനെ നേടിയെടുക്കുന്നു. അപ്പം അതാണ് ധർമ്മജിജ്ഞാസ. അപ്പോൾ ധർമ്മജിജ്ഞാസ എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സാധനത്തെ നിങ്ങൾ അനുഷ്ഠാനങ്ങളെ ചെയ്ത് അതിനെ അറ്റൈൻ ചെയ്യുന്നു, അതിനെ നിങ്ങളിലേക്ക് വരുത്തുന്നു. അതാണ് ധർമ്മജിജ്ഞാസ. ഇനി ബ്രഹ്മജിജ്ഞാസ അങ്ങനെ വരുത്തുന്ന ഒരു സാധനമല്ല. കാരണം മറ്റത് പുരുഷതന്ത്രമാണ്. കാരണം ഒരു ഫലം, ഒരു എക്സെപ്റ്റ് ചെയ്ത്, ഒരു കർമ്മം ചെയ്ത്, ഒരു അനുഷ്ഠാനം ചെയ്ത് ഒരു ഫലത്തെ നിങ്ങൾ നേടിയെടുക്കുകയാണ്. അത് പുരുഷതന്ത്രമാണ്. അത് അനുഷ്ഠാനത്തെ അപേക്ഷിച്ചിരിക്കും. ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കരുത്. അത് കാരണം ഒരു ഫലം എന്ന് പറയുന്നത് അനുഷ്ഠാനത്തെ അപേക്ഷിച്ച് കിട്ടുന്ന സാധനമാണ്. അത് പുരുഷതന്ത്രമാണ്, എഫർട്ട് കൊണ്ട് കിട്ടുന്നതാണ്. പക്ഷെ അത് നമ്മുടെ മെക്കാനിക്കൽ എഫർട്ടായിരിക്കാം, ചിലപ്പോൾ ഉപാസനയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും യാഗങ്ങളോ യജ്ഞങ്ങളോ ഒക്കെ ആവാം. അപ്പോൾ എന്തായാലും അത് അനുഷ്ഠാനം കൊണ്ട് കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് അനുഷ്ഠാനം ചെയ്യുന്ന സമയത്ത് നിങ്ങളിലില്ല. ഇഹതു ഭൂത ബ്രഹ്മ ജിജ്ഞാസ്യം നിത്യത്വാന പുരുഷവ്യാപാരതന്ത്രം ചോദനാപ്രവൃത്തി ഭേദാശ്ച. അപ്പോൾ ഇത് ഈ ബ്രഹ്മജ്ഞാനം ഇപ്പോഴേ നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ അറിയിക്കുക എന്നുള്ള കർമ്മമാണ്, പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ബ്രഹ്മം ഇല്ല, ഞാൻ അതിനെ ബ്രഹ്മജിജ്ഞാസ ചെയ്ത് ബ്രഹ്മത്തെ നേടിയെടുക്കുമെന്നുള്ളതല്ല. ഇത് നിത്യമാണ്, ഇപ്പോഴേ നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ ആ സാധനം നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന ഒരു പ്രവൃത്തിയാണ് ബ്രഹ്മജിജ്ഞാസ. അത് ബ്രഹ്മജ്ഞാനം നിത്യമാണ്, നിത്യനിവൃത്തമാണ്. ഇപ്പോഴും നിങ്ങളിലെ സംസാരം നിങ്ങളിൽ ഇപ്പോഴേ ഇല്ല. അപ്പോൾ അത് നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ ജനിച്ച വസ്തുവല്ല, ഇപ്പം നിങ്ങൾ ജനിച്ചാണെന്ന് വിചാരിക്കുന്നു, അപ്പം നിങ്ങൾ ജനിച്ചതല്ല എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ മരിക്കുന്ന വസ്തുവല്ല, എന്തെങ്കിലും കർമ്മം ചെയ്ത് നിങ്ങളെ നിത്യമാക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ മരിക്കുന്ന ആളല്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബോധ്യപ്പെടുത്തി തരുന്നു. നിങ്ങൾക്ക് ജരാനര ബാധിച്ച് നിങ്ങൾ നശിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ജരാനര ബാധിച്ച് നശിക്കുന്ന ഒരാളല്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇല്ലാത്ത സാധനത്തെ ഉണ്ടാക്കിയെടുക്കുകയല്ല, നിങ്ങൾ ഓൾറെഡി നിത്യമായിരിക്കുന്ന ബ്രഹ്മമാണ്, ആത്മാവാണ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന പരിപാടിയാണ് ബ്രഹ്മജിജ്ഞാസ. അപ്പം രണ്ടിനും തമ്മിൽ ഭേദമുണ്ട്. ധർമ്മജിജ്ഞാസയ്ക്കും ബ്രഹ്മജിജ്ഞാസയ്ക്കും തമ്മിൽ ഭേദമുണ്ട്. രണ്ടിൻ്റെയും ചോദനയ്ക്ക് വ്യത്യാസമുണ്ട്. രണ്ടിൻ്റെയും ആ ഒരു ലൈൻ ഓഫ് അപ്രോച്ചിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ പലരും ഈ ബ്രഹ്മജിജ്ഞാസയെയും ധർമ്മജിജ്ഞാസയും കൂടെ കൂട്ടിക്കുഴയ്ക്കും. ഞാനിങ്ങനെ ഈ ബ്രഹ്മജിജ്ഞാസയൊക്കെ അന്വേഷിച്ചിട്ട് എനിക്ക് ഭൗതികമായ ഫലങ്ങളും കിട്ടിയില്ല എന്ന് ആൾക്കാർ വിചാരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടിൻ്റെയും രണ്ട് ആപ്ലിക്കേഷനാണ്. ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വരൂപത്തെ അറിയാനുള്ള ആപ്ലിക്കേഷനാണ്. ധർമ്മജിജ്ഞാസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭ്യുദയ ഫലം നേടാനുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് മറ്റതും
മറ്റതിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് ഇതും കിട്ടത്തില്ല. അപ്പം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം ധർമ്മജിജ്ഞാസ കൊണ്ട് ബ്രഹ്മപ്രാപ്തിയും ബ്രഹ്മജിജ്ഞാസ കൊണ്ട് നിങ്ങളുടെ അഭ്യുദയ നേട്ടവും ഉണ്ടാക്കാനാണെങ്കിൽ രണ്ടും രണ്ടാണ്. ഇപ്പം രണ്ടിൻ്റെയും അപ്രോച്ചും രണ്ടിൻ്റെയും പരിപാടികളും ഭിന്നമാണ്. അപ്പം ആ ഒരു വ്യത്യാസം ആദ്യമേ തന്നെ മനസ്സിലാക്കിക്കൊള്ളൂ. അല്ലെങ്കിൽ ഈ ധർമ്മജിജ്ഞാസ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഫലം കിട്ടും എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാവും. ഇപ്പം ചോദനാ പ്രവൃത്തി ഭേദാച്ച യാഹി ചോദന ധർമ്മസ്യ ലക്ഷണം സാ സ്വവിഷയെ നിയുജ്യമാനേവ പുരുഷമവബോധയതി. അപ്പോൾ ധർമ്മജിജ്ഞാസയിലാണെങ്കിൽ ആർക്കാണോ എന്താണോ കാമം, ഇപ്പം സ്വർഗത്തെ കാമിക്കുന്നവന് സ്വർഗത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുക. ഇപ്പം അമേരിക്കയിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നവന് എന്ത് ചെയ്യണം? അമേരിക്കയിൽ പോകാൻ എന്ത് ചെയ്യണം? അപ്പം അമേരിക്കയിൽ പോകാനായിട്ട് ഏത് ടെസ്റ്റ് പഠിക്കണം, ഏത് പാസ്സാവണം, എങ്ങനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏത് PhD അപ്ലൈ ചെയ്യണം, ഏത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം, എപ്പോൾ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടാക്കണം. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്ത് അമേരിക്കയിലേക്ക് എന്ത് സംഭവിക്കുക? അവിടത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വഴി ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ വഴി ഉണ്ടാക്കാത്തവരൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ റോങ് മെത്തേഡിലൂടെ പോയി ഡീപ്പോർട്ട് ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി അപ്പം അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവനെ അതിലേക്ക് എന്ത് കർമ്മം ചെയ്താൽ അതിലേക്ക് നിനക്ക് പോകാൻ പറ്റും എന്ന് നിയോജിപ്പിക്കുകയാണ്, അവനെ അതുമായിട്ട് ചേർക്കുകയാണ്. അതുപോലെ ബ്രഹ്മജിജ്ഞാസ എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവനെ അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് രണ്ടും തമ്മിൽ ഭിന്നമായ കാര്യങ്ങളാണ്. ബ്രഹ്മചോദന തു പുരുഷം അവബോധയത്യേവ കേവലം. ഇതെന്താണ് പരിപാടി? ബ്രഹ്മജിജ്ഞാസ പുരുഷം അവബോധയത്യേവ, പുരുഷനെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കേട്ടോ, നീ തത്വമസി, നീ ആ ബ്രഹ്മമാണ്, നിന്റെ സ്വരൂപം ബ്രഹ്മമാണ്, നീ ശരീരമല്ല, നിനക്ക് പ്രപഞ്ചവുമായിട്ട് ബന്ധമില്ല, നീ അസംഗനാണ്, നിനക്കൊന്നും അയ്യോ എനിക്ക് എൻ്റെ ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാർ കരയുന്നു. അപ്പോൾ അവനോട് പറയണം, നിനക്ക് അതുമായിട്ടൊന്നും എന്തില്ല, നീ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സാധനങ്ങളുമായിട്ട് നിനക്ക് എന്തില്ല, ഒരു ബന്ധവും ഇല്ല, നീ അസംഗനാണ് എന്ന് എന്ത് ചെയ്യുന്നു? അവബോധയത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മാത്രമാണ് ഈ ബ്രഹ്മജിജ്ഞാസ ചെയ്യുന്നത്. നിന്റെ സ്വരൂപം എന്താണ്? നിനക്കൊന്നുമായിട്ടും ബന്ധമില്ല, നീ സ്വതവേ ആനന്ദ സ്വരൂപനാണ്, നിനക്ക് ആനന്ദത്തിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിന്റെ സ്വരൂപം ആനന്ദമാണ്, നീ ആ ബ്രഹ്മമാണ്, അന്യമായിരിക്കുന്ന വസ്തുവല്ല എന്ന് എന്ത് ചെയ്യാണ്? പുരുഷം അവബോധയത്യേവ, അറിയിക്കുക മാത്രമാണ് ഈ പ്രക്രിയ കൊണ്ട്, ബ്രഹ്മസൂത്രം കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. നിന്റെ സ്വരൂപത്തെ എന്ത് ചെയ്യുക? അറിയിച്ചു തരിക. നീ നിവൃത്തനാണ്, സംസാരം നിന്നിലില്ല, എൻ്റെ സംസാരം ഒന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ ആൾക്കാർ ഓടുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? നിനക്ക് അങ്ങനെ ഒരു സംസാരം ഇപ്പോഴേ ഇല്ല, മാറ്റാനായിട്ടൊരു സംസാരം നിന്നിലില്ല, നീ നിത്യമായിരിക്കുന്ന വസ്തുവാണ്, ബ്രഹ്മമാണ് എന്ന് അവനെ എന്ത് ചെയ്തിരിക്കുന്നു? അവബോധയത്യേവ, അവനെ അറിയിക്കുക മാത്രമാണ് ഈ പരിപാടി. കേവലം അവബോധസ്യ ചോദനാജന്യത്വാന പുരുഷോ അവബോധേ നിയുജ്യതേ. കാര്യം എന്താണ്? ഈ അറിയുന്നത് കൊണ്ട് തന്നെ കൃതാർത്ഥനായിത്തീരും. ഇപ്പോൾ ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃതകൃത്യത വന്നു ചേരും, പിന്നെ വേറൊന്നിൻ്റെ ആവശ്യമില്ല. ഈ ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ, ഈ ലോകത്തിന് ആധാരം ഞാനാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ, എന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തു ഇല്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ, ആത്മാവിനും ബ്രഹ്മവും തമ്മിൽ ഭേദമില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ, ആത്മാവിന് നാശമില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ ഒരാൾക്ക് എന്തുണ്ടാവും? കൃതകൃത്യത ഉണ്ടാവും. അവൻ കൃതാർത്ഥനായി. ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഒന്നും ചെയ്യേണ്ടതില്ല.
കിട്ടേണ്ടത് എല്ലാം കിട്ടിക്കഴിഞ്ഞു, തൃപ്തനായിരിക്കുന്നു, ധന്യനായിരിക്കുന്നു, എനിക്ക് നാശമില്ല, ഞാൻ അവിനാശിയായിരിക്കുന്ന ആത്മാവാണ്, എനിക്ക് ഈ ശരീരവുമായിട്ടൊന്നും ബന്ധമില്ല, ഈ കാണുന്നതെല്ലാം വെറും സ്വപ്നതുല്യമാണ് എന്നുള്ള അറിവ് അവനുണ്ടാകുന്നു. അപ്പോ ഈ അറിവ് കൊണ്ട് തന്നെ ഒരാൾ എന്തായിത്തീരുന്നു? കൃതകൃത്യനായിത്തീരുന്നു. ഒരാളിപ്പോൾ സ്വപ്നം കണ്ട് ഒരാൾ ഭ്രമിച്ചു, അപ്പോൾ ഉണർന്നപ്പോൾ അയാൾ കണ്ടത് സ്വപ്നമാണെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഒരു സ്വപ്നം കണ്ടെന്തോ ഭ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, ഇത് നീ കണ്ടത് എന്താണ്? സ്വപ്നമാണ്, സത്യമല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ പുള്ളി പരിഭ്രാന്തനായിരിക്കുകയാണ്. അപ്പോൾ അയാളടുത്ത് പറയുന്നു, നീ കണ്ടത് എന്താണ്? സ്വപ്നം മാത്രമാണ്, അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുപോലെ അവബോധനം, ബ്രഹ്മത്തിൽ നിനക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഒരു നാശവും സംഭവിച്ചിട്ടില്ല. നീ ആനന്ദസ്വരൂപനായിട്ട് തന്നെ ഇരിക്കുന്നു, നിനക്ക് ഒരു ച്യുതിയും സംഭവിച്ചിട്ടില്ല എന്ന് എന്ത് ചെയ്യുന്നു? പുരുഷ അവബോധേ, പുരുഷനെ അവബോധനം ചെയ്ത് അവനെ എന്താക്കി തീർക്കുന്നു? കൃതകൃത്യനായി തീർക്കുന്നു. അവൻ അതുകൊണ്ട് തന്നെ കൃതാർത്ഥനായി തീരുന്നു. അവന് സർവ ലോകത്തുള്ള സർവ ആനന്ദങ്ങളും ഒരുമിച്ച് ലഭിച്ച ഫലം അവന് വന്നു ചേരുന്നു. ഈ ഒരു അറിവ് കൊണ്ട് തന്നെ അവൻ പൂർണ്ണ കൃതകൃത്യനായി തീരുന്നു. യഥാ അക്ഷാർദ്ധ സംനികർഷേണ അർദ്ധ അവബോധേ തദ്വത്. അത് ഏതുപോലെ എന്ന് പറയാണ്? കണ്ണും വിഷയവും കൂടെ ചേരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ കാണാൻ പറ്റും. ഒരു വസ്തുവിനെ എൻ്റെ കണ്ണും വേണം, ഈ വിഷയവും വേണം, കൂടെ ചേരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വസ്തു എൻ്റെ മുമ്പിലിരിക്കുന്നു എന്നുള്ളൊരു അറിവ് എനിക്കുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ അതിന് എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കണ്ണിൻ്റെ മുമ്പിൽ ഒരു വസ്തുവിനെ, ഒരു പഴം കൊണ്ടുവച്ചു, അപ്പോൾ നമുക്ക് പഴം അറിയാം. കണ്ണും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ കൊണ്ടുവച്ചത് പഴമാണെന്ന് പ്രത്യേകിച്ച് നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നാച്ചുറലായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ മുമ്പിൽ എന്തുകൊണ്ട് വെച്ചിരിക്കുന്നു? ഒരു പഴം കൊണ്ട് വെച്ചിരിക്കുന്നു. കാരണം വിഷയവും ഇന്ദ്രിയവുമായിട്ട് സന്നികർഷം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുണ്ടാവും. അതുപോലെ ഈ ബ്രഹ്മത്തിൻ്റെ ജിജ്ഞാസ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും? എൻ്റെ സ്വരൂപം എന്താണ് എന്നുള്ള അറിവുണ്ടാവും, ഞാൻ ബ്രഹ്മമാണെന്നുള്ള അനുഭവം ഉണ്ടാവും. അതിന് പ്രത്യേകിച്ചൊരു പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു അറിവ് പൂർണ്ണമാകുന്നതോടുകൂടി ഞാൻ ബ്രഹ്മമാണെന്നുള്ള അനുഭവം ഉണ്ടാകും. എപ്രകാരം ഇന്ദ്രിയത്തിന് മുമ്പ് വിഷയം വരുമ്പോൾ ഇന്ദ്രിയാനുഭവം സ്വാഭാവികമായിട്ടുണ്ടാകുന്നുവോ, അതുപോലെ അറിവ് ശരിക്ക് സമ്യക് എന്ന് പറയും, ശരിയായിട്ടുള്ള അറിവുണ്ടാകുമ്പോൾ ബ്രഹ്മാനുഭവം സ്വാഭാവികമായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അതിനുവേണ്ടി പരിശ്രമമൊന്നും കുറച്ച് ഞാൻ എക്സെപ്റ്റ് ചെയ്ത് അനുഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളാരും എന്നെ കുറച്ച് സമയം ശല്യപ്പെടുത്തരുത്, അങ്ങനെയൊന്നും അല്ല. ഈ സമ്യക്കായിട്ട് ഈ ബ്രഹ്മത്തെക്കുറിച്ച് അറിവുണ്ടാകുമ്പോൾ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അനുഭവം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിന് ആർക്കും എന്ത് വേണ്ട? സംശയം വേണ്ട. ഇത് ഉണ്ടാകുമോ? ഈ അറിവ് കൊടുത്തു, പക്ഷെ ഇനി ഇത് ഓട്ടോമാറ്റിക് അനുഭവം ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഇതിനെ ചവിട്ടണോ, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ചൂളയിലിടണോ ഇത് അനുഭവമാക്കാൻ? അങ്ങനെയൊന്നുമില്ല. സമ്യക്കായിട്ട് ഒരാൾക്ക് അറിവുണ്ടാകുമ്പോൾ അനുഭവം ഉണ്ടാകും. തസ്മാത് കിമപി വക്തവ്യം യദനന്തരം ബ്രഹ്മജിജ്ഞാസോ ഉപദിശ്യതൈതി. അപ്പൊ അതുകൊണ്ട് അധശബ്ദം അനന്തരം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്തിനു ശേഷമാണ്? ഉച്യതേ, എന്തൊക്കെ ചെയ്താലാണ്, എന്തിനു ശേഷമാണ് ബ്രഹ്മജിജ്ഞാസ ചെയ്യാനുള്ള യോഗ്യത നേടുന്നത്? പറയുന്നു, നിത്യാനിത്യ വസ്തുവിവേക ഇഹാമുത്രാർദ്ധ ഭോഗവിരാഗ ശമദമാദി സാധന സമ്പത്തി മുമുക്ഷുത്വം ച. ഈ 4 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, 4
അധികാരിക്ക് വേണ്ട 4 കാരണങ്ങൾ എന്തൊക്കെയാണ്? നിത്യാനിത്യ വസ്തുവിവേകം, ആ നിത്യമേത് അനിത്യമേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വകതിരിവ് ഉണ്ടാവണം. ഈ കാണുന്ന മറ്റേ എസ്റ്റേറ്റും പ്രോപ്പർട്ടിയും റബ്ബറും ഒക്കെയാണ് നിത്യം എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെയാണ് എൻ്റെ നിത്യം, ഇതിൽ ഞാൻ പിടിവിടത്തില്ല എന്ന് പറഞ്ഞാൽ, അപ്പൊ നിത്യമേത് അനിത്യമേതെന്ന് തിരിച്ചറിയാനുള്ള വകതിരിവുണ്ടാകണം. നിത്യാനിത്യ വസ്തുവിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം. ഈ ലോകത്തും പരലോകത്തുമുള്ള ഭോഗങ്ങളാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ബ്രഹ്മജിജ്ഞാസയ്ക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം വെറും നൈമിഷികങ്ങളാണെന്നും ഇതിലൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഒരു കൃതാർത്ഥത ഉണ്ടാവത്തില്ലെന്നും എന്ന് മനസ്സിലാക്കി ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഭോഗങ്ങളിൽ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യുക? മാറ്റി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ, ഇത് എനിക്ക് മനസ്സിലായി, ഇതിന്ന് ഇത്രയേ ഉള്ളൂ, എനിക്കറിയാം. സാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, പറയത്തില്ല ഒരു പുതിയ സാധനം കണ്ടുപിടിച്ചിരിക്കുന്നു, സാർ ഇതൊന്ന് ട്രൈ ചെയ്യണം, ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് അറിയാം. അപ്പൊ ഈ ലോകത്തിലും പരലോകത്തിലും സ്വർഗങ്ങളിലുമുള്ള സുഖഭോഗങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിലെനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വിരാഗം വന്നിരിക്കുന്നു. ഇഹാമുത്ര ആർദ്ധ ഫലഭോഗ വിരാഗ ശമദമാദി സാധനാ സമ്പത്തി. ശമം, ദമം, തിദിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം എന്നീ ഗുണങ്ങളോട് കൂടിയിരിക്കുക മുമുക്ഷുത്വം. അപ്പൊ എന്തൊക്കെയാണ് ഈ ശമദമം, തിദിക്ഷ, ഉപരതി, ശ്രദ്ധ എന്നൊക്കെ ഒന്ന് വിവേക ചൂടാമണി നോക്കി എല്ലാവരും അടുത്ത ദിവസം ഒന്ന് പഠിച്ചുകൊണ്ട് വരണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.